ഇന്ന് കുറച്ച് മ്യൂസിയങ്ങളൊക്കെയാണ് കേട്ടോ. അധികം ആർക്കും താല്പര്യം കാണത്തില്ലായിരിക്കും ഇതൊക്കെ കാണാനല്ലേ, എന്നാലും ഞങ്ങൾക്ക് അത് കണ്ടല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി. ഹെറിറ്റേജ് മ്യൂസിയം, മാരിടൈം മ്യൂസിയം, ഇങ്ങനെ 2 മ്യൂസിയങ്ങളാണ്. അപ്പോൾ ആദ്യം എന്താ ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്ക് കയറുവാണ് ഞങ്ങൾ. അതിനകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അറിയുന്നില്ലല്ലോ ഇതിനകത്തിന്നെ ഇതുപോലത്തെയൊക്കെ ഉള്ള സാധനങ്ങളാണെന്ന്. അങ്ങനെ അതിനകത്ത് കയറിയപ്പം കയറാൻ അപ്പോഴും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്തെ. അങ്ങനെ നമ്മൾ മഹാബലിപുരത്ത് കാണാനൊരു 40 രൂപയുടെ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. അതുകൂടാതെ ഒരു 10 രൂപയുടെ ടിക്കറ്റും കൂടെ ഇവിടുന്ന് എടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് കയറി ആദ്യത്തെ കാഴ്ച കണ്ടപ്പോൾ തന്നെ അപ്പൂന് ഇഷ്ടപ്പെട്ടു. അവിടെ നിറച്ചതാ ഇതേപോലത്തെ അവൻ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ അടുത്താണ് ചെന്നൈ ലൈറ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ ആ ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളും അവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ വർക്കുകളും അതിനകത്തുള്ള ഓരോരോ സാധനങ്ങൾ, അതിൻ്റെ മുകളിലുള്ള ലൈറ്റ് കത്തുന്ന സാധനം അതെങ്ങനെ കത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഓരോരോ വസ്തുക്കളും ഒക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പം നല്ല രസം തോന്നി. അങ്ങനെ ഞങ്ങൾ അത് കണ്ട ആ കാഴ്ചകൾ ഞാൻ ഷെയർ ചെയ്യുവാണ് ഇന്നത്തെ വീഡിയോയിൽ. കണ്ട ഇതൊക്കെ പണ്ടത്തെ ഈ അളക്കുന്ന ഓരോരോ ഉപകരണങ്ങളാണ്. പിന്നെ ലൈറ്റ് ഹൗസിനകത്ത് ഉപയോഗിച്ചിരുന്ന ലൈറ്റ്, അതിനകത്തുള്ള ഓരോന്നിൻ്റെയും ദൂരം അളക്കുന്നതും എവിടെ എത്ര ദൂരം പോകും അങ്ങനത്തെ ഓരോ കാഴ്ചകൾ. ഇത് പണ്ടത്തെ റാന്തലുണ്ടല്ലോ അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഗ്യാസ്, പണ്ട് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ബർണർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ആദ്യം കാണാം.
celestial object and രണ്ടിതും ഈ ആംഗിൾ വഴി നോക്കിയിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറച്ച് ദൂരം നിന്നിട്ട് പിന്നെയും മെഷർ ചെയ്യും. അപ്പോൾ ആ കുറച്ച് ദൂരം ഉള്ളത് നമുക്ക് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് എനിക്ക് എത്ര ഡിസ്റ്റൻസിലാണ് അവർ വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിത് ഇതിൽ ചെയ്യും, സർവേ ചെയ്യും. അതേ പ്രിൻസിപ്പളാണ് സിസ്റ്റം. അല്ല അല്ല അതിനകത്ത് കണ്ട് 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 കയറി വേണം മോളിൽ പോകാൻ. പക്ഷെ മോളിൽ കയറിയാൽ മൊത്തം വ്യൂ കാണാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു മാരിടൈം മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു മ്യൂസിയം ഉണ്ട്. അവിടേക്ക് കയറി. അവിടെ ആണെങ്കിൽ ഈ കപ്പലുകളുടെ മോഡലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. കണ്ടോ, മാരിടൈം മ്യൂസിയം. അതിനകത്തേക്ക് കയറി. അപ്പം അതിനകത്ത് കുറച്ച് കഷ്ടമായിരുന്നു കേട്ടോ. എന്താണെന്നോ, പുറത്ത് നല്ല ചൂട്. അപ്പം നമ്മൾ മറ്റേ മ്യൂസിയത്തിൽ AC ഒക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് അതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഇതിനകത്ത് കയറി. ഇതിനകത്താണെങ്കിൽ വെളിച്ചവും ഇല്ല, AC ഇല്ല, കാറ്റും ഇല്ല, ഒന്നുമില്ലായിരുന്നേ. പക്ഷേ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കൊള്ളാം. വിവിധ കപ്പലുകളുടെ മോഡലുകൾ, പഴയ ബോട്ട്, പിന്നെ നമ്മുടെ ഈ മുളയുടെ പണ്ടത്തെ ചങ്ങാടം ഉണ്ടല്ലോ, അത്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പല രാജ്യങ്ങളിലേക്ക് പോകുന്നതിനായിട്ടുള്ള കപ്പലുകൾ, അവരുടേതായ പേരുകളുള്ള, ആ രാജ്യങ്ങളുടെയൊക്കെ പേരുകളുള്ള കപ്പലുകൾ, അങ്ങനെ പല കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, കണ്ടോ, ബോട്ട്, കപ്പൽ, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് ആ ഒരു മ്യൂസിയം നിറച്ചും ഉണ്ടായിരുന്നത്. ഒരുപാട് അങ്ങ് വലിയ മ്യൂസിയങ്ങളൊന്നുമല്ല, ഇതൊക്കെ ചെറിയ ചെറിയ മ്യൂസിയങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഓരോ കപ്പലുകളും കപ്പലിനകത്ത് സാധനങ്ങൾ കയറ്റുന്നതിന് ഉപയോഗിച്ചിരുന്നതും അതുപോലെ കരയ്ക്കടുപ്പിക്കുന്നതിനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടുകൾ, പലതരത്തിലുള്ള ബോട്ടുകൾ, പിന്നെ കപ്പലിന് പോകുന്നതിനുള്ള വഴി, അങ്ങനത്തെ മാപ്പുകൾ, പിന്നെ ഈ കപ്പലിനകത്ത് നമ്മൾ കപ്പലിൻ്റെ മുകളിൽ കയറി നിന്ന് കാണിക്കുന്ന പല ഫ്ലാഗുകളുണ്ടല്ലോ, അങ്ങനത്തെ ഫ്ലാഗുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കതെല്ലാം കാണാം. ഇവിടെ ഉണ്ട്, ഇവിടെ തണുപ്പുണ്ട്, ഇവിടെ AC ഉണ്ട്. അതെന്തോടാ? ജോളി ബോട്ട് ഓഫ് കുവൈറ്റ്. കുവൈറ്റിന് പോകുന്ന ബോട്ടാ. വേണ്ട, ഇവിടെ തൊടാവുന്ന വെളിയിൽ എയർക്രാഫ്റ്റ് കാരിയർ. വേണ്ട, എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്. ഏത് താഴെ ഇരിക്കും ചങ്ങാടം. ഇത് നമ്മുടെ അതെ ജങ്കാറിൻ്റെ അല്ലേ? ആ, അതെന്താ ഫയർ ഫൈറ്റിംഗ് ടെക്.
വലിച്ചടുപ്പിക്കുന്ന ഇതാ അടിപൊളി സാധനം. ഓൾഡ് ടൈപ്പ് ടൈറ്റാനിക് ഷിപ്പ്. ഇറ്റാലിയൻ ഷിപ്പ്. ഉടൻ ഇറ്റാലിയൻ ഇത് ഇത് മറ്റേ നമ്മൾ ഈ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ഈ ഒരെണ്ണം മാത്രമുള്ള ആ സാധനം ബോട്ട്. ബോട്ട് ഓഫ് അമേരിക്കൻ മഹാരാഷ്ട്ര ഷിപ്പ് മോഡൽ. ഇതിൽ കൂടെ ഷിപ്പ് പോകുമ്പോൾ കാണിക്കുന്ന ഓരോ അടയാളങ്ങളൊക്കെ. ആ അങ്ങേറ്റോ അതേ എടുത്തായിരുന്നു. ഇത് റൂട്ട് വഴികാട്ടി. കപ്പലുകൾ ഇതിലെ കൂടെ പോകുന്ന കടലിൽ കൂടെ പോകുന്നതിനുള്ള വഴികാട്ടി. ഇത് കല. ഇതെന്താ അതിൻ്റെ ഭാഗങ്ങളാണോടാ? GPS നാവിഗേറ്റർ. ഇത് കപ്പലിൻ്റെ റഡാർ ഡിസ്പ്ലേ യൂണിറ്റ്. ഇങ്ങോട്ട് തിരിഞ്ഞേക്കൊരു ഫോട്ടോ എടുക്കാൻ രണ്ടുപേരുടെ. ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ? സ്പീഡ് ഇൻഡിക്കേറ്റർ. ഇതാണ് അവിടെ തിരിക്കുന്നത്. തിരിക്കാവോ? കപ്പൽ പോകുന്നില്ല, അനങ്ങുന്നില്ല. തിരിച്ച ഡ്രൈവർ, ഇന്നോവ ഡ്രൈവർ കപ്പൽ ഓടിക്കും. വേണ്ട ഷിപ്പ് സ്പീഡ് ഡയറക്ഷൻ. വേണ്ടോ സ്പീഡ് എന്നിട്ട് നിങ്ങളുടെ ഗിയർ കാറിൻ്റെ ഗിയർ പോലെ കപ്പലിൻ്റെ അല്ലേ? റഡാറോ അവിടെ എഴുതി വെച്ചതാണ്. Gandra Deep Sea Channel Marking Way. Mineral Museum. Pearl Museum, Fishing Museum. Tales of the Sea.
ഓ ഇത് കൊള്ളാം, കാലയ്ക്ക് കടണ്ടേ പേൾ എടുക്കുന്നുണ്ടോ? ആ സീഷെല്ല് എടുക്കുന്ന കടലിൻ്റെ അടിയിൽ പോയിട്ട് കണ്ടോ ഇങ്ങനെ എടുക്കുന്നത്, അതിനകത്താ പേളുള്ളത് കണ്ടോ. എല്ലാം കടലിനടിയിൽ ടൈപ്സ് ഓഫ് പേൾ. അടിപൊളി. ഇങ്ങനെ പേൾ മ്യൂസിയവും കണ്ടു.